ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ ഡെലിഗേറ്റുകൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ അഡ്വാൻസ് നൽകിയതും ദേവസ്വം ബോർഡ് 4 ഹോട്ടലുകൾക്കായി 12,76,440 രൂപയാണ് നൽകിയത്. സ്പോൺസർമാർ നൽകുന്ന തുക സ്വീകരിക്കാനായി തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചതെന്ന് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപായി ഹോട്ടലുകൾക്ക് അഡ്വാൻസ് നൽകിയതും പ്രത്യേകമായി എടുത്ത അക്കൗണ്ടിൽ നിന്ന്, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി സ്പോൺസർമാരിൽ നിന്ന് തുക സ്വീകരിക്കാൻ അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു. ആ അക്കൗണ്ടിൽ നിന്നാണ് ഈ തുക ചെലവഴിച്ചതെന്നാണോ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം? 4 ഹോട്ടലുകൾക്കായിട്ടാണ് 12,76,440 രൂപ അഡ്വാൻസ് ആയിട്ട് നൽകിയത്. അതിൽ ഈ 4 ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒന്ന് KTDC ഗേറ്റ്വേ കുമരകം, അതിന് 25,000 രൂപ അഡ്വാൻസ് ആയിട്ട് നൽകി. ഗോകുലം ഗ്രാൻഡിന് 8,35,600 രൂപ നൽകി. അതിൽ ടാജ് കുമരകം 3,39,840 രൂപ നൽകി. പാർക്ക് റിസോർട്ടിന് 80,000 രൂപയും. അങ്ങനെ ഡെലിഗേറ്റുകൾക്ക് വേണ്ടി ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത് വഴി അതിന്റെ അഡ്വാൻസ് ആയിട്ടാണ് ഈ 12 ലക്ഷത്തോളം രൂപ നൽകിയെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഈ തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നല്ല, അത് ഈ സ്പോൺസർമാർ തന്നെ നൽകിയ തുക അതൊരു പ്രത്യേക അക്കൗണ്ടിലാക്കി അതിൽ നിന്നെടുത്ത് സമാഹരിച്ച് നൽകിയെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ഇന്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് 3 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് നൽകിയതും ഇതേ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോഴും സർപ്ലസ് ഫണ്ടിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ തുക എടുത്തിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്ര കോടി രൂപയാണ് ഈ സ്പോൺസർമാരുടെ വക ഈ അക്കൗണ്ടിൽ വന്നത് എന്നുള്ള കാര്യം എന്തായാലും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവും വരവും ഒരു ദേവസ്വം ബോർഡ് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഡെലിഗേറ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള തയ്യാറാക്കിയ ഹോട്ടലുകളിലാണ് വൻ തുക, ലക്ഷങ്ങളോളം തുക ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകിയത്. അത് പ്രത്യേകമായി ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം നൽകുന്നതും. വിവരങ്ങളാണ് RB സനൂപ് നൽകിയത്.